ഇതില് ആദ്യം കാനോനിക്കൽ ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ രണ്ടെണ്ണം നമ്മൾ തന്നെയാ. അത് തന്നെ എം ടെൻസർ എൻ ടെൻസർ എമ്മിലേക്ക് അത് ഐസോമോർഫിക് ആയിരിക്കും. അതുപോലെ പ്രൊഡക്റ്റിന്റെ അസോസിയേറ്റിവിറ്റി. അടുത്തത് എം ടെൻസർ പി എം എൻ ആണത്. എം എന്നിനും പിക്കും ഇടയിൽ ഡയറക്ട് സം നമ്മൾ എങ്ങനെയാണ് ഈ ആ മോഡലിൽ സമയത്ത് ഓർഡർ പേരായിട്ട് എഴുതില്ല. അതുപോലെയാണ് ഇത് എഴുതുക. ഡയറക്ട് സം ഒരു ഐസോമോർഫിസം ഉണ്ടെന്ന് നമുക്ക് കാണിക്കണം. അതായത് എം ഈസ് ആൻ എ മൊഡ്യൂൾ ടെൻസർ എമ്മിനെ ആണെങ്കിൽ അപ്പൊ ടെൻസർ വൈന്ന് വൈ ടെൻസർ എക്സ് അത് നമ്മൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്കറിയാം അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഡയറക്ട് സമ്മിന് പകരം നമ്മൾ എഴുതി. കാരണം ഡയറക്ട് സമ്മിൽ എലമെന്റ്സ് പറഞ്ഞ ഓർഡർ പെയർ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള എഴുതാ. അപ്പൊ നമ്മൾ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ അറിയാണ്ട് ഈ പ്രൂഫിന്റെ ഒന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് ഈ പ്രൂഫ് കേൾക്കണേക്കാളും മുന്നേ എന്തായാലും ചെന്നിട്ട് ആ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. അതായത് എം ടെൻസർ എൻ നമ്മൾ സാധാരണ ഡെഫിനേഷനിൽ ടി നോട്ട് ചെയ്യുക. അങ്ങനെ ഒരു ടെൻസർ പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു എ ബൈലീനിയർ മാപ്പ് കിട്ടും. ആ മാപ്പിനെ നമ്മൾ ജി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ചത്. എവിടെ നിന്ന് എങ്ങോട്ട്? ഇപ്പൊ എം ടെൻസർ തന്നെ ആണെങ്കിൽ ജി ഫ്രം എം ക്രോസ് ഡിഫൈൻ ചെയ്തത് ജി ഓഫ് എക്സ് എക്സ് ടെൻസർ വൈ. ഇതെന്താണ്? ബൈലീനിയർ ആണ്. ഒരു ബൈലീനിയർ ഉണ്ടാവും സച്ച് ദാറ്റ് ഇഫ് ഫോർ എവരി a module P m cross n f from m cross n to P there exists a f dash such that there is f dash from T to B such that എഫ് ഡാഷ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഒരു ഡെഫിനേഷനിൽ പഠിക്കും. ആ സെയിം സാധനമാണ് ഇവിടെ യൂസ് ചെയ്യണേ. അത് ഞാനിപ്പോ പുറത്ത് പേജ് എടുക്കട്ടെ. അപ്പൊ ടെൻസർ എമ്മിക്കല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എന്തുണ്ട്? ഒരു ജി കിട്ടും. ആ ജി വെച്ചിട്ട് നമുക്ക് ആ ജി ഉണ്ട് നമ്മുടെ കയ്യില്. ഇനി നമുക്ക് എന്താ ഈ ഫോർ എവരി എഫ് ആൻഡ് എവരി പി ആൻഡ് എ മൊഡ്യൂൾ പി, ആ പി നമ്മൾ ഏത് യൂസ് ചെയ്യും? നമുക്ക് എങ്ങോട്ടാണോ പോകുന്നതായിരിക്കും നമ്മൾ പി ആയിട്ട് യൂസ് ചെയ്യുക. ആ പി ആയിട്ട് ഏത് യൂസ് ചെയ്യും? നമ്മൾ എങ്ങോട്ടാണോ പോകേണ്ടത് അത് പി ആയിട്ട് ചൂസ് ചെയ്യും. എഫ് എന്ന് പറയുന്നത് എങ്ങനെ ചൂസ് ചെയ്യും? എം എത്തണം, എൻ ക്രോസ് എമ്മിലേക്ക് എത്തണം, എൻ ടെൻസർ പിയിലേക്ക് എത്തണം. സോറി, ടെൻസർ എം, അതായത് പിയിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മ ഇങ്ങനെ എന്തും ചൂസ് ചെയ്യും. അതായത് നമുക്ക് സാധാരണ എങ്ങനെയാ എഫ് ചൂസ് ചെയ്യാ? എഫ് ഫ്രം എം ക്രോസ് എൻ ടു പി അല്ലേ. ഇവിടെ എന്താ എം ക്രോസ് എൻ ടു ആ പി ആയിട്ട് എന്ത് യൂസ് ചെയ്ത്? എൻ ടെൻസർ എം. അതായത് പി ചൂസ് ചെയ്യണമെന്നാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഓട്ടോയ്ക്കാണോ നമ്മൾ ഐസോമോർഫിസം കാണിക്കണേ, ആ സാധനമാണ് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യുക? പി ആയിട്ട് ചൂസ് ചെയ്യുക. ഇവിടെ പി ആയിട്ട് ചൂസ് ചെയ്യുന്നത് എൻ ടെൻസർ. ഇഫ് എഫ് ഫ്രം എം ക്രോസ് എൻ ടു എൻ ടെൻസർ എം ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ടെൻസർ എക്സ് എന്താ? എ ബൈലീനിയർ മാപ്പാ. കാരണം ഇവിടെയും ടെൻസറാ. ടെൻസർ വന്നു കഴിഞ്ഞാൽ അത് ടെൻസർ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൈലീനിയർ മാപ്പ് ആണ്. പിന്നെ ടെൻസർ എം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എന്താ ഒരു എ മൊഡ്യൂളും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദെൻ ദർ എക്സിസ്റ്റ് യുണീക്ക് എ ലീനിയർ മാപ്പ് എഫ് ഡാഷ് ഫ്രം നമ്മുടെ ടി ടു പി. ടി എന്താ? എം ടെൻസർ എം. എം ടെൻസർ തന്നെയാണ് ഇത് നമ്മുടെ ടി, നമ്മുടെ ഉള്ളത്. അതാണ് ടി. എൻ ടെൻസർ എം എന്ന് പറഞ്ഞാൽ നമ്മുടെ പി. There exists a unique linear map f dash from T to P such that f equal to f composition. ഇപ്പൊ ഞാൻ ഈ അഴിയിൽ വരെ വെച്ചാണ് ഇത്രയും വരെ എന്താ നമുക്ക് പ്യുവർലി ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷനാ. അല്ല ഇത്ര ഉള്ളൂ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ പ്രൂഫ് ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. ആ പി എം എന്ത് യൂസ് ചെയ്യും? എങ്ങോട്ടേക്കാണോ ഐസോമോർഫിസം പോകേണ്ട അത് ചൂസ് ചെയ്യും. ഈക്വൽ ടു ഞാൻ നേരത്തെ മറ്റേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ പറഞ്ഞു. അങ്ങനെയല്ല, എഫ് ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിഷൻ ചെയ്യുന്നവരാ.
ഓഫ് എക്സ് വൈ എങ്ങനെയാ നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഡാഷ് ഓഫ് എക്സ്റ്റെൻസർ വൈ യൂസ് ചെയ്തു. അതായത് എക്സ്റ്റെൻസർ വൈ ടു ഇവിടെ പോണത് ഡാഷ് എന്താ ചെയ്യണേ? ബൈലീനിയർ മാപ്പ് ആണെന്ന് കിട്ടി. അതിനർത്ഥം എന്താ? എക്സ്റ്റെൻസർ മാപ്പ് ചെയ്തു. ഒരു യൂണീക്ക്, അതായത് ഒരു യൂണീക്ക് ബൈലീനിയർ മാപ്പ് ഉണ്ടെന്ന് കിട്ടി. ഈ നമ്മൾ ഒരു സൈഡിൽ അതിന് നമുക്ക് എന്ത് കൂടി കാണിച്ചാൽ മതി? ഏത് എക്സ്റ്റെൻസർ വൈ എന്ന് പറഞ്ഞ യൂണീക്ക്, അതിലേക്ക് മാപ്പുള്ള ഒരു യൂണീക്ക് മാപ്പ് ഉണ്ടെന്ന് കിട്ടിയാൽ മതി. അതിന് നമ്മൾ എന്ത് ചെയ്താൽ ചൂസ് ചെയ്താണ് നമ്മൾ ജസ്റ്റ് ചൂസ് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. എന്താ അല്ല, ഫസ്റ്റ് തന്നെ എം ടെൻസർ എന്നിന് വരെ വേണം. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ യൂസ് ചെയ്യണം? വൈ ടെൻസർ എക്സ് ആയിട്ട് യൂസ് ചെയ്യണം. ഇതെന്താവും? എക്സ് കിട്ടും, അവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടും. ഇത് ആണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് വരാം. ഈ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് തീരും. ഇതല്ല, സി ആണ് കുറച്ചും കൂടി മനസ്സിലാക്കുക. അതായത് ഡയറക്ട് സമ്മും ടെൻസർ പഠിച്ചോന്നാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ടെൻസർ പഠിച്ച എം ടെൻസർ തന്നെ. എം ടെൻസർക്കുള്ള എം ടെൻസർ എന്ന ഒരു ടെൻസർ പ്രൊഡക്റ്റ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ജി എന്ന് പറയുന്ന ഒരു ബൈലീനിയർ മാപ്പ് എം ക്രോസ് എൻ എം ടെൻസർ അങ്ങനെ ഒരു ബൈലീനിയർ മാപ്പ് ഉണ്ടാവും. അങ്ങനെ എക്സ്റ്റെൻസർ വൈ ആയിട്ട് യൂസ് ചെയ്തു. ജി ഓഫ് എക്സ് എക്സ്റ്റെൻസർ വൈ ആയിട്ട് യൂസ് ചെയ്തു. അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഡ് ഫിക്സ് ചെയ്തു. ഒരു സെഡ് ഫിക്സ് ചെയ്തു. എന്നിട്ട് ആ എഫ് സെഡ് എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്തു? എം ക്രോസ് എന്നിന്ന് എം ടെൻസർ എൻ ടെൻസർ പിയിലേക്ക്. എങ്ങനെയാ അത് പറയണത്? എഫ് സെഡ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ടെൻസർ വൈ ടെൻസർ സെഡ്. ഇത് ബൈലീനിയർ ആയിരിക്കില്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എഫ് സെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സെഡും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എഫ് എടുത്തു കഴിഞ്ഞാൽ ആ എഫിന് ഒരു സെഡ് ഉള്ളൂ. അതായത് ഇപ്പൊ എഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എപ്പോഴും എഫ് ഇങ്ങോട്ട് മാപ്പ് ചെയ്യും. എക്സ് ടെൻസർ വൈ ടെൻസർ വണ്ണിക്ക് മാപ്പ് ചെയ്യും. അതായത് ഒരു എഫ് ഫിക്സ് ചെയ്ത്, അതായത് എഫ് സെഡിന് എപ്പോഴും ആ തേർഡ് എന്തായിരിക്കും? ആ ടെൻസറിന്റെ തേർഡ് പൊസിഷനിൽ തന്നെ എപ്പോഴും സെഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെഡിന് മാറ്റില്ല. അതുകൊണ്ട് ടെൻസറിന്റെ സാധാ പ്രോപ്പർട്ടി വെച്ച് അപ്പൊ ഒരു സെഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ മാപ്പായി. ഇത് ഞാൻ പറഞ്ഞു എങ്ങോട്ടേക്കാണ് നമുക്ക് ഐസോമോർഫിസം ഉണ്ടാക്കേണ്ടത്, അത് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്താൽ മതി? പി ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ടെൻസർ പിയിലേക്ക് ഒരു ബൈലീനിയർ മാപ്പ് ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് എഫ് സെഡ് ഈക്വൽ ടു നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ കിട്ടി. അങ്ങനെ F3 എന്ന് പറഞ്ഞാൽ കിട്ടി. Then F3 is a linear map. Then there exists a unique linear map. പിന്നെ നമ്മൾ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, അതായത് ടി ടു പിയിലേക്ക് ഒരു ബൈലീനിയർ മാപ്പ് ഉണ്ടെങ്കിൽ there exists such that fz dash from t to p such that fz equal to fz dash composition g. ഇതെന്താ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷനാ? അടുത്ത നമ്മ എം ടെൻസർ എൻ ടെൻസർ പി എന്ന് പറയണ എന്ത് നോക്കാണ്? ഈ ടെൻസർ പ്രൊഡക്റ്റ് നോക്കാം. അതായത് ഇപ്പൊ നമ്മ എം ടെൻസർ എൻ എന്ന് പറയുന്ന മോഡൽ തന്നെ ഈ എം എന്ന് എം ടെൻസർ തന്നെ വേണ്ട, അതിപ്പോ ഫുള്ള് വേറെ ഒരു അതിൽ ഈ എക്സ് ആയിട്ട് എന്ത് യൂസ് ചെയ്തു? നമ്മുടെ ഈ ആദ്യം കിടക്കണ എം ടെൻസർ എൻ ടെൻസർ പി. അപ്പൊ എം ടെൻസർ തന്നെ ആദ്യം, അതിന്റെ ടെൻസർ വിത്ത് റെസ്പെക്ട് ചെയ്ത് ഈ കിടക്കുന്ന സാധനം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ജി ഡാഷ് എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബൈലീന മാപ്പ് ആയിരിക്കും. ക്രോസ് വരണൊക്കെ ശ്രദ്ധിക്കണം. ടു എം ടെൻസർ എൻ ടെൻസർ പി സച്ചായിട്ട് ജി ഡാഷ് ഓഫ് എക്സ് ടെൻസർ വൈ സെഡ് ഈക്വൽ ടു എക്സ് ടെൻസർ വൈ ടെൻസർ സെഡ്.
നമ്മൾ ചൂസ് ചെയ്യണത്. അപ്പൊ എഫ് ഫ്രം എം ടെൻസർ ആൻഡ് ക്രോസ് പി ടു ഒരു ബൈലീനിയർ മാപ്പ് ഇത് വിചാരിച്ചാൽ മതി. ഇപ്പൊ എഫ് ഓഫ് എക്സ് ടെൻസർ വൈ സെഡ് എന്ന് പറഞ്ഞാൽ എഫ് സെഡ് ഡാഷ് ഏതാ സെഡ് ഡാഷ് ആയിട്ട് ചൂസ് ഈ എഫ് സെഡ് ഡാഷ് ആയിട്ട് എന്ത് ചൂസ് ചെയ്യാം ഒരു ബൈലി എഫ് ഓഫ് എക്സ് ടെൻസർ വൈ സെഡ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം ഈ എഫ് സെഡ് ഡാഷ് എന്താ എ ബൈലീനിയർ ആണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഇത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ എഫ് സെഡ് ഡാഷ് ഫസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സ്ഥാനത്തേക്ക് പോയത്. എഫ് സെഡ് ഡാഷ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ബൈലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇത് ടി ടു പി ഉണ്ടാക്കി. Then there exists a map from M tensor and cross P to M tensor P ആയിരിക്കും. അങ്ങനെ ഒരു യൂണിക് ബൈനറി മാപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് എഫ് ഇക്വൽ ടു എഫ് ഡബിൾ ഡാഷ് കോമ്പോസിഷൻ ജി ഡാഷ് ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ വെച്ച് ആ ടെൻസറിങ് എവിടെയൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അങ്ങോട്ടാ എക്സ് ടെൻസർ വൈ ടെൻസർ എം ടെൻസർ ആൻഡ് ക്രോസ് പി ടെൻസർ ആൻഡ് ടെൻസർ പിയിലേക്കാണ് ഡൊമൈനിലുള്ള ഡാഷ് എക്സ് ടെൻസർ വൈ ടെൻസർ സെഡ് അത് ഈക്വൽ ടു എന്താന്ന് കിട്ടും എഫ് അതായത് എഫ് എക്സ് ഐ കോമ സെഡിനെ എങ്ങടാ മാപ്പ് ചെയ്യാ എഫ് സെഡ് ഓഫ് എഫ് ഡബിൾ ഡാഷ് വൈ ടെൻസർ സെഡ് ഇത്ര വരെ നമുക്ക് എഫ് സെഡ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ എക്സ് തൊട്ട് മുന്നേ ഇവിടെ നിന്ന് നോക്കിയാൽ മതി സെഡിക്ക് ഒരു എന്തുണ്ടെന്ന് കിട്ടും ഒരു ബൈലീനിയർ മാപ്പ് ഉണ്ടെന്ന് കിട്ടും. ഇനി തിരിച്ചു കിട്ടുന്ന അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ തിരിച്ചാൽ മതി. അതായത് പ്രോപ്പർട്ടീസ് അല്ല തിരിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എം എൻ ടെൻസർ പി ഇവിടെ വരും. അതായത് എൻ ടെൻസർ പിക്കാണ് ബ്രാക്കറ്റ് വരിക. അപ്പൊ ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നേരെ അതിന്റെ അടുത്ത് അതായത് ഏത് ഭാഗം കിട്ടും ഇപ്പൊ ഞാൻ അടിയിൽ വരെ വെച്ചാണ് ഭാഗം അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നും എന്തെന്നെയായിരിക്കും ഐസോമോർഫിക് ഇതീന്നാണ് എല്ലാത്തിലേക്ക് ഉണ്ടാക്കിയത് ഈ വട്ടം വരച്ചെന്ന്. ആദ്യം ഇതില് ഈ സാധനത്തിൽ നിന്ന് ഇങ്ങോട്ടും തിരിച്ചുണ്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാണിച്ചില്ല. ഇത് പറഞ്ഞ നേരെ തല തിരിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ റെക്കോർഡിംഗ് ഓക്കെ. അടുത്തത് ഡയറക്റ്റ് സമ്മിലേക്ക് വന്നു. ഇവിടെ കുറച്ചും കൂടി നമ്മ ശ്രദ്ധിക്കണം. കാരണം ഡയറക്റ്റ് സമ്മ് വന്നതുകൊണ്ട് നമ്മുടെ ഡിഫൈൻ ചെയ്യാനുണ്ട്. ടെൻസർ പിന്ന് എവിടെ എം ഡയറക്റ്റ് അല്ല ഈ അപ്പൊ അതിന്റെ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ വെച്ച് ജി എവിടെ നിന്ന് കൊണ്ടായിരിക്കും എം ഡയറക്റ്റ് സം ക്രോസ് പി ടു എം ഡയറക്റ്റ് സം എൻ ടെൻസർ പിയിലേക്ക് ആയിരിക്കും എങ്കിലും ജി ഓഫ് എക്സ് വൈ സെഡ് ടെൻസർ സെഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ബൈലീനിയർ മാപ്പ് എടുത്തു എവിടെ നിന്ന് അങ്ങോട്ട്. അപ്പൊ നമ്മുടെ പി ചൂസ് ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. എം ടെൻസർ പി ഡയറക്റ്റ് ടെൻസർ പി അങ്ങോട്ട് തന്നെയാണ്. പി ചൂസ് ചെയ്യുന്നപ്പോ ഇവിടെയും സെയിം തന്നെയാണ്. ഇവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ടെൻസർ എൻ ക്രോസ് പി ടു ടെൻസർ പി ഡയറക്റ്റ് സം എൻ ടെൻസർ പി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അതായത് നമ്മുടെ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷനിലുള്ള പി ഏതാ ഇതാണേ. ഞാൻ പറഞ്ഞല്ലോ എങ്ങോട്ട് ഐസോമോർഫിസം ആണെന്ന് കാണിക്കേണ്ട അതായിരിക്കും പി ആയിട്ട് ചൂസ് ചെയ്യാന്ന്. നിങ്ങൾ ഈ പിയും ഞാൻ പറയുന്ന പിയും തമ്മിൽ
കുട്ടി കുഴക്കരുത്. ഞാൻ പറയണ പി ഉദ്ദേശിക്കുന്നത് ആ ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷന്റെ അവിടെ അപ്പൊ ഇവിടുത്തെ കേസിൽ എഫ് എഫ് ഇങ്ങനെയാണ് നമ്മൾ പറയാ. കാരണം ഇങ്ങനെ ഒരു ബൈലീനിയർ മാപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ യൂണീക്ക് ബൈലീനിയർ മാപ്പ് ഇവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയായിരിക്കും അത് ഡിഫൈൻ എഫ് ഈക്വൽ എഫ് ഡാഷ് കോമ്പോ എഫ് ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിഷൻ ജി. ജി എന്താ ചെയ്യുക? എക്സ് ആക്കും. എഫ് ഓഫ് എക്സ് വൈ കോമ സെഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസർ സെഡ് കോമ വൈ ടെൻസർ സെഡ് ആക്കും. അപ്പൊ നമുക്ക് എന്ത് ഡാഷ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്ത് ചെയ്തു? എക്സ് വൈ ടെൻസർ സെഡിനെ എന്താക്കി മാറ്റി? എക്സ്റ്റെൻസർ സെഡ് കോമ വൈ ടെൻസർ സെഡ് ആക്കി. അപ്പൊ ഒരു സൈഡിലേക്ക് കിട്ടി. ഇനി എക്സ്റ്റെൻസർ സെഡ് വൈ ടെൻസർ സെഡിന്ന് എങ്ങോട്ട് ഉണ്ടാക്കണം? എക്സ് കോമ വൈ ടെൻസർ സെഡിക്ക് ഉണ്ടാക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു J1 എന്ന് പറയുന്ന ഒരു മാപ്പ് ചൂസ് ചെയ്തു. J2 എന്ന് പറയുന്ന ഒരു മാപ്പ് ചൂസ് ചെയ്തു. J1 എന്ന് പറയുന്നത് എമ്മിന്ന് എം പ്ലസ് എനിക്ക് ഞാൻ ഡയറക്റ്റ് എമ്മിനെ പ്ലസ് എന്ന് പറഞ്ഞ് പറയാം, അല്ലെങ്കിൽ അത് എപ്പോഴും പാട് പറയാം. അപ്പൊ J1 എന്ന് പറയുന്നത് എമ്മിന്ന് എം പ്ലസ് എനിക്ക്, J2 എന്ന് പറയുന്നത് എന്നിന്ന് എം പ്ലസ് എനിക്ക്. J1 എന്ത് ചെയ്യും? എമ്മിലൊരു ഒരു എക്സിനെ x0ക്ക് മാപ്പ് ചെയ്യും. J2 എന്ന് പറയുന്നത് ഒരു വൈനെ 0y മാപ്പ് ചെയ്യും. അപ്പൊ എം ടെൻസർ പി എന്ന് പറയുന്ന ടെൻസർ പ്രൊഡക്റ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇത് കിട്ടുക? ഒരു G1 എന്ന് പറയുന്ന ബൈലിനിയർ മാപ്പ് എം ക്രോസ് പി എന്ന് എം ടെൻസർ പിയിലേക്ക് ഉണ്ടാവും. ഗിവൺ ബൈ z. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ബൈലിനിയർ മാപ്പ് F1 ഫ്രം പ്ലസ് എൻ ടെൻസർ പി ഇങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ പറയാം ഒരു ബൈലിനിയർ മാപ്പ് നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു പി ആയിട്ട് ഇവിടെ ചൂസ് ഇങ്ങോട്ടാണ് ഉണ്ടാകുന്നത് കാണിക്കണേ, അങ്ങോട്ടാണ് പി ചൂസ് ചെയ്യണത്. തിരിച്ചു കാണിച്ചപ്പോ നേരെ തിരിച്ച് സൈഡിൽ കാണുമ്പോ പി നമ്മ എന്താക്കി മാറ്റി? എം പ്ലസ് എൻ ടെൻസർ പി ആക്കി. മറ്റേ സൈഡിൽ കാണിച്ചപ്പോ പി ഏതായിരുന്നു? എം ടെൻസർ എൻ പ്ലസ് എൻ ടെൻസർ പി ആയിരുന്നു. അപ്പൊ ഇവിടെ F1 ഓഫ് എക്സ് സെഡ് J1 ഓഫ് എക്സ്റ്റെൻസർ സെഡ്, അതായത് എങ്ങനെയാ? x0 ടെൻസർ J1 x x0 ഉള്ള മാപ്പയാ. അപ്പൊ F1 is a binary map, there exists a unique binary map. ആ many ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ there exists a unique binary map എന്ന് പറഞ്ഞ് കിട്ടും. സച്ച് ദാറ്റ് എഫ് ഡാഷ് ഈക്വൽ എഫ് കോമ ജി ഡാഷ് നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റെൻസർ സെഡിന്ന് എക്സ് കോമ 0 ടെൻസർ സെഡിക്ക് കിട്ടും. ഇതിപ്പോ നമ്മൾ ഏത് വെച്ചുണ്ടാക്കി? J1 വെച്ചുണ്ടാക്കി. അതുപോലെ G2 എൻ ടെൻസർ പി എടുത്തിട്ട് നമ്മുടെ J2 വെച്ച് എന്ത് ചെയ്യും? ഇങ്ങനെയും ഒരു ബൈലിനിയർ മാപ്പ് ഉണ്ടാക്കും. എന്നിട്ട് അവ എവിടം വരെ കിട്ടി? വൈ ടെൻസർ സെഡിന്ന് 0 വൈ ടെൻസർ സെഡിക്ക് വരെ കിട്ടും. കാരണം J2 വെച്ചിട്ട് J1 വെച്ചിട്ട് J2 വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തു. നമുക്ക് ഇത്ര വരെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതായത് ഇത് രണ്ടും F1 ഡാഷും F2 ഡാഷും ഒരുമിച്ച് ചെയ്യുക. F1 ഡാഷ് എന്താ ചെയ്യുക? F1 ഡാഷ് എന്താ ചെയ്യുക? എക്സ്റ്റെൻസർ സെഡിനെ എക്സ് കോമ 0 ടെൻസർ സെഡിക്ക് മാപ്പ് ചെയ്യും. F2 ഡാഷ് എന്താ ചെയ്യുക? വൈ ടെൻസർ സെഡിനെ 0 വൈ ടെൻസർ സെഡിക്ക് മാപ്പ് ചെയ്യും. അത് രണ്ടും കൂടി ഒരുമിച്ച് എന്താ ചെയ്യുക? എക്സ്റ്റെൻസർ സെഡ് കോമ വൈ ടെൻസർ സെഡിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യും. F1 രണ്ടും ആഡ് ചെയ്യുന്ന രീതിയിൽ. രണ്ടും ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ എക്സ് വൈ ടെൻസർ സെഡ് നമുക്ക് തിരിച്ചുള്ളതും കിട്ടി. അത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും കൂടി കിട്ടിയപ്പോ അതിനർത്ഥം എന്താ? ഇത് തമ്മിൽ എന്താ ഐസോമോർഫിക് കിട്ടും. അടുത്തത് എ ടെൻസർ എം. ടെൻസർ എം എന്ന് പറഞ്ഞ ടെൻസർ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ എ ക്രോസ് എം എമ്മിക്ക് നമ്മൾ സാധാരണ പറയണത് തന്നെ. ഇപ്പൊ എൻ ടെൻസർ ഫ്രം എൻ ടെൻസർ സോറി എൻ ക്രോസ് എം ടു നമ്മൾ ഇതുപോലെ തന്നെയാണ് എല്ലാത്തിനും പറഞ്ഞത്. അത് ശ്രദ്ധിച്ചാൽ മതി. ആ ടെൻസർ പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ ഒരു എമ്മിന് മാത്രമല്ല, ഇവിടെ കുറെ മോഡ്യൂൾസ് വന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആണത്. ഇതിൽ സത്യം പറഞ്ഞത് എളുപ്പമാണ്. ആ ഡെഫിനീഷൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൂഫ് ഒക്കെ ഭയങ്കര എളുപ്പമാണ് പഠിക്കുക. പക്ഷെ എക്സാമിന്റെ സമയത്ത് ഇത് ഓർമ്മ ഇത് തന്നെ എഴുതി തന്നെ പഠിക്കണത്. അപ്പൊ ജി ഫ്രം എ ക്രോസ് എം ടു എൻ ടെൻസർ എം ഗിവൺ ബൈ ജി ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനീഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ബൈലിനിയർ മാപ്പ് ഉണ്ടാക്കണം. എങ്ങോട്ട്? എമ്മിലേക്ക്. ഞാൻ പറഞ്ഞു പി എന്തായിട്ട് കിട്ടണം? എം ആയിട്ട് കിട്ടണം. ടെൻസർ പ്രൊഡക്റ്റിന്റെ ഡെഫിനീഷന്റെ സമയത്ത് ഒരു പി ഉണ്ട്, ആ പി എം ആയിട്ട് എടുക്കണം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് ചൂസ് ചെയ്തു? നമ്മൾ ഇതില് എക്സ് ആയിട്ട് ചൂസ് ചെയ്തു. ഈ എക്സ് എന്തായാലും എവിടെ എടുക്കും? എമ്മിൽ എടുക്കും. കാരണം എം മോഡ്യൂളാ. എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാ. സ്കെയിലാർ വെച്ച് എക്സ് എമ്മിലെ എലിമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത എമ്മിൽ തന്നെ ഉണ്ടാവും. ഇനി നമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് ബൈലിയർ ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
ഈ എഫ് ഇങ്ങനെ ചൂസ് ചെയ്തു. ഇത്രയും നേരം വരെ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്ത എഫുകളിലൊക്കെയും ബൈലീനർ ഓട്ടോമാറ്റിക്കലി ടെൻസർ പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് ബൈലീനർ എന്ന് പറയാൻ പറ്റി. ഇവിടെ ടെൻസർ പ്രൊഡക്റ്റ് ഇല്ല, ഒന്നുമില്ല. അതായത് ഈ എക്സ് എന്നൊക്കെ അല്ലേ ചൂസ് ചെയ്താണ്. നേരത്തേക്ക് നമ്മ എ ടെൻസർ എക്സ് എ ടെൻസർ വൈ എന്നൊക്കെ ചൂസ് ചെയ്തു. ഇവിടെ എക്സ് ചൂസ് ചെയ്യുന്നത് ഇവിടെ ടെൻസർ പ്രൊഡക്റ്റിൽ ഒന്നുമില്ല. ഇത് ബൈലീനർ നമ്മൾ പ്രൂവ് ചെയ്തേ പറ്റൂ. ഇത് ബൈലീനർ എന്ന് ഇവിടെ പ്രൂവ് ചെയ്യുന്നത് നോക്കിയാൽ മതി ആണ്. എക്സാമിന് ഇത് മാത്രമായിട്ട് ചോദിക്കണമെങ്കിൽ ഇത് എഴുതേണ്ട വരും. അതായത് ഇത് മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗം എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. എഫ് ബൈലീനിയർ ആണെന്ന് കിട്ടും. ബൈലീനിയർ ആയതുകൊണ്ട് ഇത് എക്സിസ്റ്റ് യൂണിക് ബൈലീനിയർ മാപ്പ് എഫ് ഡാഷ് ഫ്രം എ ടെൻസർ എം ടു എം. കാരണം അങ്ങനെ ഒരു ബൈലീനിയർ മാപ്പ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി കോമ്പോസിഷൻ എക്സ് ടെൻസർ എക്സ് ആക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് എ ടെൻസർ എക്സിനെ എമ്മിക്കുള്ളൊരു മാപ്പാന്ന് കിട്ടി. നമ്മ എന്ത് കിട്ടും? അതിപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇനി നമുക്ക് എന്ത് കാണിക്കണം? എമ്മിന്ന് എ ടെൻസർ. അപ്പൊ നമ്മ എന്തെടുത്തു? ഒരു എഫ് ഡബിൾ ഡാഷ് എമ്മിന്ന് എ ടെൻസർ എമ്മിക്ക് എടുത്തു. എഫ് ഡബിൾ ഡാഷ് അത് ചൂസ് ചെയ്തു. എഫ് ചൂസ് ചെയ്തു. എഫ് ടെൻസർ എക്സ് ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് വൈ അല്ല, എക്സ് പ്ലസ് വൈ. ഇവിടെ എഫ് അല്ല, ഇവിടെ വണ്ണ. ഇത് എഫ് അല്ല, ഇത് വണ്ണ. ഇവിടെ എഫ് അല്ല, ഇവിടെ വണ്ണാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ടെൻസർ എക്സാ. എഫ് ടെൻസർ എക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. വൺ ടെൻസർ എക്സാ. ഇതൊന്ന് മാറ്റിക്കോളെ. ഇവിടെ വണ്ണാണ്. വൺ ടെൻസർ എക്സ് വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എക്സ് പ്ലസ് വൈ ആയിരിക്കും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൺ ടെൻസർ എക്സ് പ്ലസ് വൈ. വൺ ടെൻസർ എക്സ് പ്രോപ്പർട്ടി വെച്ചിട്ട് അതെങ്ങനെ എഴുതാം? വൺ ടെൻസർ എക്സ് പ്ലസ് വൺ ടെൻസർ വൈ പ്ലസ് എഫ് ഡബിൾ ഡാഷ് വൈ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഈസ് എഫ് ഡബിൾ ഡാഷ് ലീനിയർ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ചെയ്യണത്. അപ്പൊ എഫ് ഡബിൾ ഡാഷ് ലീനിയർ ആണെന്ന് കിട്ടി. ഇനി എഫ് ഡാഷ് കോമ്പോസിഷൻ എഫ് ഡബിൾ ഡാഷ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എഫ് ഡാഷും എഫ് ഡബിൾ ഡാഷും കൂടി ഒരു എഫ് ഡാഷ് ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എഫ് ഡാഷ് എന്താ ചെയ്യാ? വൺ ടെൻസർ എക്സിനെ അതേ ഇൻറ്റു എക്സ് ആക്കും. അതായത് വൺ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് തന്നെയെന്ന് കിട്ടും. അതായത് എക്സിനെ എക്സിക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ഇത് എഫ് ഡാഷ് കോമ്പോസിഷൻ എഫ് ഡബിൾ ഡാഷ്. അതായത് എഫ് ഡാഷ് കോമ്പോസിഷൻ എഫ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി ഓൺ എം ആന്ന് കിട്ടി. അതായത് എമ്മിലുള്ള ഐഡന്റിറ്റി അല്ലേ? എമ്മിലൊരു എലിമെന്റിനെ ആ എലിമെന്റിക്ക് തന്നെ മാപ്പ് ചെയ്തു. എക്സിന് എക്സിക്ക് തന്നെ മാപ്പ് ചെയ്തുല്ലോ. ഓക്കെ, നിങ്ങ ഇവിടെ വണ്ണേ മറക്കണ്ട. ഇവിടെ വൺ എന്താ ചെയ്ത? എഫ് ഡാഷ് എക്സിന് എക്സിക്ക് തന്നെ മാപ്പ് ചെയ്തു. ഐഡന്റിറ്റി മാപ്പാന്ന് കിട്ടി. അപ്പൊ എഫ് ഡബിൾ ഡാഷ് എഫ് ഡബിൾ ഡാഷ് കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് എ ടെൻസർ എക്സ് സോറി എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇനി എഫ് ഡാഷ് എക്സ് ആക്കി മാറ്റും. എഫ് ഡബിൾ ഡാഷ് എന്ത് ചെയ്യും? അത് വൺ ടെൻസർ എലമെന്റ് ആക്കി മാറ്റും. അപ്പൊ വൺ ടെൻസർ എക്സ് അതായത് അതായത് ടെൻസർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ സ്കെയിലാറിന് ഇപ്പുറത്തേക്ക് എടുക്കാം. ഈ സ്കെയിലാറിന് ഇപ്പുറത്തേക്ക് എടുത്ത് എന്താക്കാം? എ ടെൻസർ എക്സ് ആയിട്ടും. അപ്പൊ എന്താന്ന് കിട്ടി? എഫ് ഡാഷ് കോമ്പോസിറ്റ് എഫ് ഡബിൾ ഡാഷ് എമ്മിലുള്ള ഐഡന്റിറ്റി ആണ്. ഹലോ, എ ടെൻസർ എമ്മിലെ ഐഡന്റിറ്റി ആണെന്ന് കിട്ടി. കാരണം എ ടെൻസർ മാപ്പ് ചെയ്തു. എ ടെൻസർ എമ്മിലെ ഐഡന്റിറ്റി മാപ്പിന്റെ മോഡലല്ലേ നടക്കണേ. അതായത് എഫ് ഡാഷ് കോമ്പോസിഷൻ എഫ് ഡബിൾ ഡാഷും എഫ് ഡാഷ് കോമ്പോസിഷൻ എഫ് ഡാഷും എന്താ? ഐഡന്റിറ്റി. അതിന്റെ അർത്ഥം എന്താ? എഫ് ഡാഷ് ഈസ് ബൈജക്റ്റീവ് എന്നല്ല അതിന്റെ അർത്ഥം. കാരണം ഇത് രണ്ടും കാരണം ഇത് നമ്മ ഒരു ഫൈനൈറ്റ് ഡയമെൻഷനിലേക്കും പറയുമ്പോൾ ഇത് ഫുൾ റാങ്ക് ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചത് ഐഡന്റിറ്റി ആണെങ്കിൽ അത് രണ്ടും വൺ 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 ടു ആയിരിക്കും. അത് അപ്പോൾ ഇവിടെ എഫ് ഡാഷ് നമുക്ക് ബൈജക്റ്റീവ് ആണെന്ന് കിട്ടും. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടും അതായത് എ ടെൻസർ എമ്മിന്ന് അങ്ങോട്ടും എമ്മിന്ന് എ ടെൻസർ എമ്മിക്ക് തിരിച്ചും എന്തുണ്ട്? ഒരു വൺ വൺ മാപ്പ് ഉണ്ടെന്ന് കിട്ടി. അതിനർത്ഥം എന്താ? അത് രണ്ടും കിട്ടും.
ഇതിന്റെ പ്രൂഫ് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ടെൻസർ മോഡലിന്റെ ഡെഫിനേഷൻ പഠിച്ചേ പറ്റൂ. കാരണം അത് പഠിക്കാണ്ട് ഇതിൽ ഒരു വരി പോലും മനസ്സിലാവാൻ പറ്റില്ല. ഓക്കെ.